ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും അല്ലേ? BSc അഗ്രികൾച്ചർ അതുപോലെ BSc ഹോർട്ടിക്കൾച്ചർ ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ്, ഒരു ഗസറ്റഡ് പോസ്റ്റാണ് എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം 400-ൽ കൂടുതൽ അഡ്വൈസുകൾ പോയൊരു പോസ്റ്റാണിത്. അപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നതെങ്കിലും ഏകദേശം നല്ലൊരു വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന എക്സാം തന്നെയാണ് ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും, നിങ്ങൾ കുറേ പേരെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ ആലോചിക്കുക, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയോടും കൂടി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താനും സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ PSC ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബറിലാണെങ്കിൽ ജാനുവരിയിൽ ഇതിൻ്റെ സിലബസ് PSC തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലിയർ സിലബസ് നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ എക്സാം വരുന്നത് എന്നാണ്? ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ എക്സാം വരുന്നത്. അതായത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ് ഈ ഒരു എക്സാം വരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഏകദേശം ഒരു 7 മുതൽ 8 മാസം വരെ നമ്മളുടെ മുമ്പിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മളുടെ മുമ്പിൽ ലഭിക്കും. അതുപോലെ സിലബസും അവൈലബിൾ ആണ്. ഈ ഒരു സമയവും നമുക്കറിയാം, അതുപോലെ ഒരു പ്രോപ്പറായിട്ടൊരു സിലബസും നമ്മളുടെ മുമ്പിലുണ്ട്. നല്ല വേക്കൻസിയുമാണ് ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കറിയാം ഒരവസരം തന്നെയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് ഒന്ന് പറയാനാണ്. ഏണസ് അക്കാഡമിയിൽ നമ്മൾ അഗ്രികൾച്ചർ ഓഫീസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇപ്പം നമുക്കറിയാം നമ്മളൊരു പ്രോപ്പർ സിലബസിലാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ? അപ്പോൾ സിലബസിൽ ഓരോ മോഡ്യൂൾ വൈസ് ആയിരിക്കും നമുക്ക് ആ ഒരു സിലബസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു മോഡ്യൂളിൽ നമ്മൾ എടുക്കുകയാണ്, അതിൽ അഗ്രോണമിയാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ അതിലെ ഒരു ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വീഡിയോ ക്ലാസ് കാണും. അതായത് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ലൈവ് ക്ലാസ്സിൽ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും, ഈ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, വീഡിയോ ക്ലാസ്. ഓക്കെ, അതുപോലെ ആ ക്ലാസ്സിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ, ആ ഫാക്കൽറ്റി എടുക്കുന്ന ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു PDF മെറ്റീരിയലായിട്ട് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ആ ഒരു ക്ലാസ്സിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെക്ചർ ടെസ്റ്റ് ആണ്. ആ ഒരു പർട്ടിക്കുലർ ലെക്ചറിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് MCQ ആയിരിക്കും നമ്മളവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ആ ഒരു ലെക്ചർ ടെസ്റ്റ് ഉപകരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വരുന്നത്. അതായത് വീഡിയോ ക്ലാസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, അതുപോലെ ലെക്ചർ ടെസ്റ്റും ഉണ്ട്. എന്നാൽ ഈ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ല, നമുക്ക് എന്തുണ്ട്? ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടോപ്പിക് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടോപ്പിക് ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അഗ്രോണമി എന്ന് പറഞ്ഞ ഈ ഒരു മോഡ്യൂൾ നമ്മൾ ഓർക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മോഡ്യൂൾ ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നീട് ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് നമുക്ക് സർപ്രൈസ് ടെസ്റ്റുകളൊക്കെ തരും. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് സർപ്രൈസ് ടെസ്റ്റുകൾ കാണും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മോഡൽ ടെസ്റ്റുകൾ ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കിന് അല്ലെ കണ്ടന്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എത്രയും ക്വസ്റ്റ്യൻസ്, എത്രയും മോഡൽ എക്സാംസ് കണ്ടുപോകാൻ പറ്റും ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തല്ല അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ മോഡൽ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഓവറോൾ എന്താണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ കോഴ്സിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്, ഇനിയും പറയാൻ പോകുന്നത്. അതായത് സ്റ്റഡി പ്ലാൻ, നമ്മളൊരു സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. നിങ്ങൾ ഏത് പോയിന്റിലും നമ്മുടെ ക്ലാസ്സുകൾ എടുത്താൽ നിങ്ങൾക്ക് അതുവരെയുള്ള ടോപ്പിക്കുകൾ തീർക്കാനും അല്ലെങ്കിൽ മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളും എല്ലാം കിട്ടാൻ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ നിങ്ങൾ ആലോചിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്ത് വേണം പഠിച്ച് മുന്നോട്ട് പോകാൻ. കാര്യം ഇത്ര ടൈമിനുള്ളിൽ ഇത്ര കണ്ടന്റ് തീരണം, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര ക്ലാസ്സുകൾ തീരണം എന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക്
എന്താണ് ഈ പറയുന്ന സമയത്തിനുള്ളിൽ സിലബസ് കവർ ചെയ്ത് ബാക്കി റിവിഷൻ നടത്താനോ അല്ലെ മോഡൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനോ അല്ലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് അവിടെ ലഭിക്കത്തില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു പ്ലാനിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. സ്റ്റഡി പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അതുപോലെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ മെൻറ്റേഴ്സും ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും MCQs ഒക്കെ പോസ്റ്റ് ചെയ്യാനോ അതുമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരാനോ നിങ്ങൾക്ക് മെൻറ്ററുമായിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് വേണമെങ്കിലോ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിലോ ഒക്കെ ഉള്ളൊരു ഓപ്പൺ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് നമുക്കവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ മെൻറ്റർ സപ്പോർട്ടുണ്ട്. പിന്നെ റിവ്യൂ മീറ്റിംഗ്സ്, മന്ത്ലി ഒരു റിവ്യൂ മീറ്റിംഗ് കാണും. അതായത് ആ ഒരു മന്ത്ലിലെ ക്ലാസ്സുകൾ എങ്ങനെ പോയി, പുതിയ ഫാക്കൽറ്റീസിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യാനും നിങ്ങളുടെ കൺസേൺസ് പറയാനും ഉള്ള ഒരു റിവ്യൂ മീറ്റിംഗ്, ലൈവ് മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റിവ്യൂ മീറ്റിംഗ് നമ്മളവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ടോപ്പിക്ക് തീരുന്നതനുസരിച്ച് MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന സെഷൻസ് ആണ് ഈ പറയുന്ന MCQ ഡിസ്കഷൻ ക്ലാസ്സുകൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ എല്ലാം വരുവാണെങ്കിൽ നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും. അതുപോലെ എക്സാം ഗൈഡൻസ്, എക്സാമിന് നമ്മൾ പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളതല്ല, എങ്ങനെ പ്രോപ്പറായിട്ട് ആ എക്സാമിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ടിൽ മെയിനായിട്ട് അല്ലെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ നമുക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു എക്സാം ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള ഒരു സെഷൻ ഉണ്ട്. ഇപ്പോൾ എക്സാമിന് വരുന്നതിന് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും നമ്മൾ ഒരു എക്സാം ഗൈഡൻസ് സെഷൻ വെക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. കാര്യം ഒരു എക്സാമിന് ചെന്നിട്ട് ഇങ്ങനെ പറ്റിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരിക്കലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരാത്ത രീതിയിൽ ആണ് നമ്മൾ ആ എക്സാം ഗൈഡൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ആപ്പിന്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാം. നമ്മൾ കുറച്ച് നിങ്ങളൊരു സ്റ്റുഡൻസ് ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിലവാരം ഒന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ നല്ലതായിരിക്കും. ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ എത്രാമത് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ്, അത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഫീച്ചർ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഓഫ്ലൈൻ വീഡിയോ ഡൗൺലോഡ്സ്, നെറ്റ് ഇല്ലാത്ത ഏരിയയിലൊക്കെ നമുക്കല്ലേ നെറ്റുള്ള ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സമയത്ത് പോയിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഓഫ്ലൈൻ വീഡിയോ ഡൗൺലോഡ് ഉണ്ട്, ലാപ്ടോപ്പ് സപ്പോർട്ട് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആപ്പ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഉറപ്പായിട്ടും അവരുടെ ഗൈഡൻസ് നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സഹായിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്, മോഡൽ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും അടങ്ങുന്ന മെന്റർഷിപ്പ് ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസിന് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാണിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ കുറച്ച് റിസൾട്ടുകളാണ്. റിസൾട്ടുകൾ എന്ന് വെച്ചാൽ അതിൽ ടോപ്പ് റാങ്കുകൾ, ഒരു 1st, 2nd, 3rd, 4th ഈ 4 പൊസിഷനിൽ വന്നവരെ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമ്പിളിലും നമുക്ക് ടോപ്പ് റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കും നമ്മളോട് ചേർന്ന് എന്ത് ചെയ്യാം, ഇതുപോലെ റാങ്ക് ലിസ്റ്റ് മുൻനിരയിലെത്താനും ഒരു ജോലി നേടാനും പരിശ്രമിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഞാനൊരു ഓൾ ദ ബെസ്റ്റ് നേരുന്നു. താങ്ക് യു.